നമ്മുടെ പൂർവികരെ നമുക്കോർക്കാം. മരണപ്പെട്ടു പോയവരെ, കടന്നുപോയവരെ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ സീറോ മലബാർ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈ കാസയും പീലാസയും ഒരുക്കിക്കൊണ്ടുവന്ന് ബലിപീഠത്തിൽ വെച്ച് ശോശപ്പയിട്ട് മൂടിക്കഴിയുമ്പോൾ അപ്പോൾ എന്താ അതൊക്കെ ചെയ്യുന്നത്? കർത്താവിൻ്റെ കുരിശും മരണം, കർത്താവിൻ്റെ ബെറിയൽ, കബറടക്കം നടത്തുകയാണ്. ശോശപ്പ ആ സ്വർണ്ണ തുണിയിട്ടിങ്ങനെ മൂടി പൊതിഞ്ഞു വെക്കുന്നു. കർത്താവിൻ്റെ കല്ലറ ഒരുക്കിയിരിക്കുകയാണ്. കർത്താവിൻ്റെ കല്ലറ ഒരുക്കിയിട്ട് നമ്മൾ അടുത്തത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശ്രദ്ധിച്ചേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും നീതിമാനായ മാർ യൗസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കിലുണ്ടാകട്ടെ. കർത്താവിൻ്റെ കല്ലറയിൽ കന്യകാമറിയത്തെ യൗസേപ്പിതാവിനെ ഓർക്കുന്നു. നമ്മുടെ പിതാവായ മാർ തോമാശ്ലീഹായ രക്തസാക്ഷികളെ, നീതിമാന്മാരെ കർത്താവിൻ്റെ കല്ലറയിൽ ഓർക്കുന്നു. അടുത്ത പ്രാർത്ഥന മൂന്നാമത്തത്, ചെറിയവരും വലിയവരും ഉദ്ധാനം പ്രതീക്ഷിച്ച് മരിച്ചുപോയ എല്ലാവരെയും കർത്താവിൻ്റെ കല്ലറയിൽ, എവിടെ? കാസയും പിലാസയും ഒരുക്കി മൂടിവെച്ചിരിക്കുന്ന ശോശപ്പയുടെ ഉള്ളിൽ ഞങ്ങളുടെ പൂർവികരെ ഞങ്ങൾ വെക്കുന്നു. അങ്ങനെ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പൗലോസ്ലീഹ പറയുന്നില്ലേ, കർത്താവിൻ്റെ കുരിശോട് ചേർന്ന് നിൽക്കുന്നവർ അവനോട് ചേർന്ന് സംസ്കരിക്കപ്പെടുന്നവർ അവനോട് ചേർന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെടും. ഓരോ പരിശുദ്ധ കുർബാനയിലും കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറഞ്ഞ് ഈ അപ്പത്തെയും വീഞ്ഞിനെയും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാക്കി റൂഹാദ കുദിശ മാറ്റുന്നത് പോലെ എസക്കേലിൽ നമ്മൾ കാണുന്ന അസ്ഥികളുടെ താഴ്വാരത്തിലേക്ക് കാറ്റുവീശി അവർക്ക് ജീവൻ കൊടുത്തതുപോലെ നമ്മുടെ പൂർവികരിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് അവരുടെ ആത്മാക്കൾക്ക് നിത്യത സമ്മാനിക്കുന്നത് ഓരോ പരിശുദ്ധ കുർബാനയിലും വിഷ്വലൈസ് ചെയ്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.